സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണം കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണം എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാകാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് ഇതുവരെ 8 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 97% മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചെങ്കിലും രോഗം സ്ഥിരീകരിച്ച മറ്റ് 8 പേർക്കും കൃത്യമായ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു. ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നടക്കം നൽകിയാണ് ചികിത്സ. തിരുവനന്തപുരത്ത് ഇതുവരെ 3 സ്ഥലത്താണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നെയ്യാറ്റിൻകരയിലെയും നാവായിക്കുളത്തെയും രോഗ ഉറവിടം കണ്ടെത്തിയെങ്കിലും പേരൂർക്കടയിലെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അതുപറഞ്ഞ് ചികിത്സ തേടണം. തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തുടക്കത്തിലെ ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകും. ലോകത്ത് ഇതുവരെ രോഗമുക്തി നേടിയത് 11 പേർ മാത്രമാണ്. കേരളത്തിൽ 2 പേരും രോഗമുക്തി നേടി. ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം.